വയനാടിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ച ഒരു ലോക്സഭാ മണ്ഡലമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലും ഏറെ അഭിമാന പോരാട്ടമായിട്ടാണ് മൂന്ന് മുന്നണികളും ഇവിടെ കാണുന്നത്. അവിടെ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം 80.33% ഇത്തവണ 73.23% കുറഞ്ഞിട്ടുണ്ട് നിലവിലെ കണക്ക് പ്രകാരം. എങ്കിലും സംസ്ഥാന ശരാശരിക്ക് ഒപ്പമോ അതിന് നേരിയ വ്യത്യാസത്തിൽ മുന്നിലോ നിൽക്കുകയാണ് വയനാട്. അർജുൻ PS കൂടുതൽ വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. അർജുൻ, എങ്ങനെയാണ് ഈ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞു? ഇതെങ്ങനെ വോട്ടർമാർ അതോടൊപ്പം തന്നെ മുന്നണികൾ വിലയിരുത്തുന്നു? പോളിംഗ് ശതമാനത്തിൽ ചെറിയൊരു മാറ്റം കൂടിയുണ്ട്. ഇപ്പോൾ വന്ന അപ്ഡേഷൻ അനുസരിച്ച് 73.48% പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും മണിക്കൂറുകളിലടക്കം ഈ പോളിംഗ് ശതമാനത്തിൽ മാറ്റം വരാനുള്ള ചില സാധ്യതകളുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു 1-2 മണിക്കൂറുകൾക്ക് ശേഷമാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള പോളിംഗ് ശതമാനം വയനാട്ടിൽ എത്രയാണെന്ന് പറയാൻ കഴിയുക. പക്ഷേ ഈ പോളിംഗ് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വയനാടിൻ്റെ താഴെ, ചുരത്തിന് താഴെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം നൽകിയിട്ടുള്ളത്. അത് ഏറനാടാണ് 77.76. ആ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വയനാടൻ ജനത വലിയ രീതിയിൽ മടുത്തിരിക്കുന്നു. അതായത് UDFന്റെ ഭരണം അത്തരത്തിൽ MP ആയി രാഹുൽ ഗാന്ധി വന്നപ്പോൾ അത് മടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതായത് വയനാട്ടിൽ തീരെ പോളിംഗ് കുറയുന്നു. 73, 72, 73 തുടങ്ങിയാണ് ആ മണ്ഡലങ്ങളിലെ കണക്കുകൾ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനത്തിൽ കുറവ് വരുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ MPക്കെതിരെയുള്ള ഒരു വികാരം തന്നെയാകാം ഇതെന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇവിടെയുള്ള വോട്ടർമാരടക്കം അല്ലെങ്കിൽ ഇവിടെയുള്ള മുന്നണികളടക്കമുള്ളത്. അത്തരത്തിൽ ഈ മുന്നണികൾക്കടക്കം ഇരു മുന്നണികൾക്കും LDF, UDF മുന്നണികൾക്ക് ഒരു നിരാശ നൽകുമ്പോൾ NDA ക്യാമ്പന ഇപ്പോഴും സന്തോഷം തന്നെയാണ്, ഒരു പ്രതീക്ഷ തന്നെയാണ്. അതായത് ഇത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ തങ്ങൾക്കത് അനുകൂലമാകുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് NDA ഇപ്പോൾ ഉള്ളത്. ഇത്തരത്തിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും തങ്ങൾക്ക് വോട്ടുകൾ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ NDA ക്യാമ്പിനുണ്ട്. പക്ഷേ നിരാശപ്പെടേണ്ടി വരുന്നത് UDFന് തന്നെയാണ്. അതായത് വോട്ടിംഗ് ശതമാനം കൂടുകയാണെങ്കിൽ മാത്രമാണ് UDFന് പ്രതീക്ഷയ്ക്ക് വകയുള്ളത്. കാരണം ഇപ്പുറത്ത് നിൽക്കുന്നത് ഒരു ശക്തനായ നേതാവാണ്, NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ K സുരേന്ദ്രൻ കൂടുതൽ വോട്ട് പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വിജയ സാധ്യത പോലും പ്രഖ്യാപിക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ UDFന് വലിയ രീതിയിൽ ഒരു ആശങ്കയുണ്ട്. മാത്രമല്ല ആനി രാജ, തൊട്ടപ്പുറത്ത് LDFന്റെ ആനി രാജയുണ്ട്. അത്തരത്തിൽ നിൽക്കുമ്പോഴാണ് ആനി രാജയും വോട്ട് പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും രാഹുൽ ഗാന്ധിക്ക് ശക്തമായിട്ടുള്ള ഒരു എതിരാളിയല്ല ആനി രാജ എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഈ പോളിംഗ് അടക്കം കാണിക്കുന്നത്. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് എന്തുകൊണ്ടായിരിക്കാം ഈ പോളിംഗ് കുറയാനുള്ള കാരണം. ചൂടൊരു കാരണമാകാം. പക്ഷേ അതിലുപരി തന്നെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ, എങ്ങും എത്തിയിട്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ പോളിംഗ് കുറയാനുള്ള ഒരു കാര്യം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായ പ്രശ്നമാണ് വയനാട്ടിലെ വന്യമൃഗശല്യം. ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ചുരം ബദൽ പാത, ഇതുവരെയും ചുരത്തിന് ബദലായിട്ടുള്ള ഒരു പാത നിർമ്മിക്കുവാൻ വേണ്ടി ഇതുവരെയും സർക്കാരിനോ കേരള സർക്കാരിനോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന MPക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടെ ഒരു വസ്തുതയാണ്. മാത്രമല്ല കേന്ദ്ര സർക്കാർ ഇതിനു മുൻപ് ഈ വയനാട് ആസ്പിരേഷൻ ജില്ലയായി പ്രഖ്യാപിക്കാമെന്നും അത്തരത്തിൽ ആസ്പിരേഷൻ ജില്ലയായി ഏറ്റെടുക്കാമെന്നും പറഞ്ഞിരുന്നെങ്കിലും അതിനും കേരള സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ വികസനം എങ്ങും എത്താതെയുള്ള ഒരു ജില്ലയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളമുള്ളത്. ആരോഗ്യ മേഖലയായിട്ട് അതുപോലെ തന്നെ ആ ഒരു പരിതാപകരമായ അവസ്ഥയിലാണുള്ളത്. ഈ വർഷം ജനുവരി മുതൽ തന്നെ ഇതിന്റെ നേർചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. വയനാട് ജില്ല എപ്രകാരമാണ് വന്യമൃഗശല്യത്തിലും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ പ്രാപ്തി ഇല്ലാത്തത് കൊണ്ട് ജനതയ്ക്ക് എപ്രകാരമാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നൊക്കെ കേരള ജനത കാണുന്നുണ്ട്.